സാറ് ഒരുപാട് മിമിക്രി വേദികളിലൂടെ വന്ന ആളാണ്. ഇപ്പം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഏതെങ്കിലും ഒരാളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും സാറിന് അറിഞ്ഞൂടാൻ മറന്നുപോയി എന്ന് പറയുന്നത് വെറുതെയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെങ്കിലും കാണിച്ചാൽ മതി. നിങ്ങളുടെ ഒരു നേരത്തെ തന്നെ ശിവാജിയെ അല്ലെ, ഒരു കൺവെൻഷണൽ മിമിക്രി അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു കൺവെൻഷണൽ ആയിട്ട് ആ ഒരു ഡയലോഗ് അങ്ങനെയല്ല, ചില മാനറിസംസ് അല്ലേ, ചില സാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു, നേരത്തെ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു പ്രിയദർശൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് കല്ലും എടുത്ത് നിൽക്കുന്നത്. പ്രിയദർശൻ എന്നെ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് മിക്കവാറും കയ്യിലൊരു കല്ലുണ്ട്. ഡയലോഗ് തെറ്റിയാൽ ഞാൻ എറിയുമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് പറയുന്നത്. അതാണ്, അത്ര ജോളിയാണ് അദ്ദേഹത്തിന്റെ സെറ്റ്. അതേപോലെയുള്ള ചില മാനറിസംസ് ഒക്കെ ഉണ്ടാവില്ലേ ചില വ്യക്തികളുടെ, അതൊന്നും കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 10-15 വർഷമായിട്ടുണ്ട് ഇതിന്റെ ഒരു കണക്ഷൻ എനിക്ക് വിട്ടുപോയിട്ട്. അത് ഞാൻ ഈ തമിഴ് ശിവാജി ഗണേശനെ ഞാൻ കൂടുതൽ ഞാൻ ഒരുപാട് പേരെ കാണിച്ചിട്ടുണ്ട്. 10-12 ആർട്ടിസ്റ്റിനെ സ്റ്റേജ് കാണിക്കുമായിരുന്നു. ഒരുപാട് സത്യ ശിവാജി, മുത്തയ്യ, KP ഉമ്മർ, PJ ആന്റണി, ഗോവിന്ദൻകുട്ടി, ആലമ്മൂടൻ, അന്ന് കാണിക്കുമായിരുന്നു ഞാനത്. ഒരു 2000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അതാ പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ ആക്കാൻ കംപ്ലീറ്റ് പോയി. സ്റ്റേജ് ഷോസിന് പോകാറില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫിലിം സ്റ്റാർസിനെ മാർക്കറ്റ് ഉള്ള സ്റ്റേജ് ഷോസിലാണല്ലോ. അതെ, അതിനിപ്പോ ഒരുപാട് ചവറ് പോലെ ഉണ്ടല്ലോ ഇപ്പൊ മിമിക്സ്. അന്ന് ഞാൻ വളരെ കുറവായിരുന്നു. എന്റെ ഓർമ്മയിൽ എനിക്ക് മത്സരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ. അങ്ങനെ ഞാൻ ഒരുപാട് സ്റ്റേജുകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വാച്ചിക്കാനൊക്കെ പരിചയപ്പെടുന്നതൊക്കെ. സീരിയൽ വരാത്ത നമുക്ക് ഈ സിനിമയിലുള്ള ഒരു തിരക്കുള്ളതിനാണ്. സീരിയലിനോട് യാതൊരു എതിർപ്പൊന്നും എതിർപ്പില്ല. ഇല്ല. സാധാരണ സിനിമയിലുള്ള ഒരു പ്രശ്നം വെച്ചിട്ട് അങ്ങനെ ലേറ്റ് ആകണം വരും ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അല്ല, ഈ മറ്റത് ഇതൊരു ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരാള് അങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഉള്ള. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഈ ട്രെൻഡിലുള്ളതൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതിന്റെ പേരില്. അതെ, അതായത് ഇപ്പൊ ഒരാൾ ഒരു മിമിക്കിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മമ്മൂട്ടിയെ കാണിക്കും, മോഹൻലാലിനെ കാണിക്കും, സുരേഷ് ഗോപിയെ കാണിക്കും, ജയറാമിനെ കാണിക്കും. അങ്ങനെയുള്ളൂ. ഞങ്ങളൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ ഇന്റർവ്യൂ അല്ലല്ലോ. അല്ല, അതാണ് ഇന്നത്തെ ജനറേഷൻ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചിരുന്ന സമയത്ത് ഇത് സത്യം അതൊക്കെ ഇതിനു മുമ്പത്തെ ജനറേഷനാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് എത്ര ഇംപ്രസ്ഡ് ആവുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലും ഒരാളെ ഒന്ന് കാണിക്കാം. അതല്ലേ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു പീസ്, എനിക്കത് കറക്റ്റ് ആവില്ല എന്ന് പോലും അറിയില്ല. എനിക്ക് കറക്റ്റ് ഡയലോഗ് കറക്റ്റ് അറിയാമെന്നിട്ടില്ല. ഞാൻ ശിവാജി ഗണേശന്റെ ഒരു ഡയലോഗ് പറഞ്ഞു നോക്കട്ടെ. കട്ടബൊമ്മൻ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു നോക്കട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുകൂടി എൻ്റെ തൊണ്ട പോകുന്നതിന് സംശയമുണ്ട്. കാരണം കുറച്ച് ഒച്ച എടുക്കേണ്ടി വരും. വിരോധം ഇല്ലെങ്കിൽ ഒരു മനസ്സിലായി. நீர்த்தாடோ ஜாக்சன் துறை என்பவனோ கிஸ்தி திரை வரி வட்டி வேடிக்கை வானம் பொழிகிறது, பூமி விளைகிறது, உனக்கு என் கொடுப்பது கிஸ்தி. எங்களோடு வயலுக்கு வந்தாயா, எட்டம் இறைத்தாயா, நீர் வைத்த நெடுமைகள் நிறைய கண்டாயா, நாத்து நட்டாயா, கிளை பறித்தாயா, கழனி வாழ உழவர்க்கு கஞ்சிக்களம் சுமந்தாயா, அங்கு கொஞ்சம் விளையாடும் செங்குல பெண்களுக்கு மஞ்சள் அறக்க பணிபுரிந்தாயா, அல்லது மாமனா மச்சானா மரம் கெட்டவரை எதற்கு கேட்கிறாய் வரி, யாரை கேட்கிறாய் திரை? போரடித்து நெருக்குமிக்கும் மேடை நாட்டு உணர்வு கூட்டம் உன் பறக்கிறவர்களை போரடித்து நெல்கதிர்களாக குவித்து விடும். ஜாக்கிரதை. അയാളെ നിന്ന് ചെയ്താലാണ് അതിന്റെ ഒരു കൈയുടെ അങ്ങനെ ചലനങ്ങൾ. അത് നടപ്പ് തന്നെ അങ്ങനെ ഒരു ഒരുപാടുണ്ട്. പലതരം നടപ്പുണ്ട്. പല പടങ്ങളിലും പല സ്റ്റൈലിൽ നടക്കുന്നതാണ്. 9 സാർ ഒരു കാര്യം ചോദിച്ചിട്ട് സാറിനെ തന്നെ സാർ ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ചെയ്യാറില്ലേ? ആശാനെ വിളിച്ചിട്ട് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തക്കിട്ടില്ല. കാരണം ഞാൻ ഈ അടുത്തൊരു കാസറ്റിന് വേണ്ടി ഞാൻ ഡബ്ബിയാൻ ചെന്നപ്പോൾ ആ ചേതനാന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അതിന്റെ റെക്കോർഡിസ്റ്റ് എന്നോട് പറഞ്ഞു, ഏയ് നിങ്ങളുടെ വോയിസ് ഉണ്ട്, നിങ്ങളുടെ വോയിസ് പറ ശരിയായിട്ട്. ഞാനാണ് പറയുന്നത്. അങ്ങനെ ഞാൻ വേറെ എൻ്റെ സ്നേഹിതനായ കലാഭവൻ ജോഷിനെ വിളിച്ചിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി എന്നോട് ആസാണേ എന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ പറഞ്ഞ ആശാനെ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ ആസാണയായിന്ന് ചോദിച്ചു. ശരി, അങ്ങനെ ആസാണെങ്കിൽ ആസാണേ. സാറിന് എല്ലാവിധ ഭാവങ്ങളും എത്രയും രസമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച് എല്ലാവരോടും.